കർത്താവിന്റെ വചനം സങ്കീർത്തന പുസ്തകം 120 അധ്യായം 130 തിരുവചനം പറയുന്നു, കർത്താവേ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളടിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. കർത്താവേ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളടിയുമ്പോൾ പ്രകാശം പരത്തുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ വചന ശുശ്രൂഷയുടെ ഈ വചന സന്ധ്യയിൽ കർത്താവിന്റെ വചനത്തിന്റെ ചുരുളടിയാൻ പോവുകയാണ്, എളിയവർക്ക് അറിവ് പകരാൻ പോവുകയാണ്. നമുക്ക് ഈ സമയം ഇന്ന് ഈ വചന ശുശ്രൂഷ നടത്തുമ്പോൾ, കർത്താവേ, എന്റെ ഹൃദയത്തിൽ അവിടുന്ന് ഒന്ന് കടന്നു വരണമേ, അവിടുത്തെ വചനത്താൽ എന്റെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എത്രയോ കാലമായി ഞാൻ വചനം ശ്രമിക്കുന്നു, ഒരു വചനം പോലും എന്റെ ജീവിതത്തെ സ്പർശിക്കാത്ത അവസ്ഥയാണല്ലോ. ഇന്ന് കർത്താവേ, നീ എന്റെ ഹൃദയത്തിലേക്ക് വചനമായി അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നാം പ്രത്യേകമായി ധ്യാനിക്കാൻ പോവുകയാണ് പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. അവിടെ പറയുകയാണ് വചനം, ഞാൻ നല്ലവണ്ണം പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ കാത്തു, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. പൗലോസ് ശ്ലീഹ താൻ മരിക്കുന്നേക്കാൾ മുമ്പ് തന്റെ സ്നേഹിതനായ തിമോത്തിയോസിനെ വിളിച്ചുകൊണ്ട് തിമോത്തിയോസിനോട് പറഞ്ഞ വചനങ്ങളാണ്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ കാത്തു, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം നമ്മുടെ ജീവിതത്തിലും ഒരു ദിവസം നാം കേൾക്കേണ്ട വ്യക്തികളാണ്. നാം ഒക്കെ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെയൊക്കെ ആ ശിരസിലെ പുരോഹിതൻ കൊണ്ടുപോയിട്ട് പുഷ്പമുടി വെച്ചുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ കാത്തു, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. എന്റെയും നിങ്ങളുടെയും എല്ലാം ആ ശിരസിന്റെ മുമ്പിൽ ഒരു ദിവസം പുരോഹിതൻ ഈ വചനങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ പുഷ്പമുടി ധരിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പൗലോസ് ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ പൗലോസ് ശ്ലീഹായ്ക്ക് എവിടെയാണ് ഏതൊക്കെ യുദ്ധങ്ങളിലാണ് പങ്കെടുത്ത്? അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഏതൊക്കെ യുദ്ധങ്ങളിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്? പിന്നെ എന്തിനാ ഈ കിരീടം വെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളൊക്കെ രാത്രിയുടെ യാമങ്ങളില് കുറുക്കം വലിച്ചു കിടന്നുറങ്ങുമ്പോ നമ്മളൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ രാജ്യത്തെ പട്ടാളക്കാര്. ഇന്ത്യയിലായിരുന്നപ്പോൾ ഇന്ത്യയിലെ നാം ഒക്കെ രാത്രിയുടെ യാമങ്ങളിൽ കുറുക്കം വലിച്ചു കിടന്നുറങ്ങുമ്പോൾ ഇന്ത്യയെ സംരക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ പട്ടാളക്കാര്. നാം ഉറങ്ങും, എന്ന പട്ടാളക്കാരെ എല്ലാം സഹിച്ച് ഉണർന്നിരുന്ന് നമ്മെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ അവർ യുദ്ധം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് യുദ്ധമാണ് നമുക്കുള്ളത്? അതിന് വചനം പറഞ്ഞു തരികയാണ്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 3-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ സമരായുധം ആത്മീയമാണ്. വചനം കേട്ടോ മക്കളെ, നിങ്ങളുടെ സമരായുധം ആത്മീയമാണ്. നമ്മൾ ഓരോരുത്തരും ആത്മീയമായി യുദ്ധം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാ. ഓരോ ദിവസവും നാം യുദ്ധം ചെയ്യേണ്ട വ്യക്തികളാ. ആർക്കെതിരെയാണ് നാം ഓരോരുത്തരും യുദ്ധം ചെയ്യേണ്ടത്? വീട്ടിൽ എവിടെയാ എനിക്ക് യുദ്ധം ചെയ്യാനുള്ളത്? എന്റെ വീട്ടില് ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ എന്റെ ജീവിതത്തിൽ ഈ യുദ്ധങ്ങൾ? പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും യുദ്ധം ചെയ്യുന്നുണ്ട്. ആർക്കെതിരെ നാം യുദ്ധം ചെയ്യണം? ആത്മീയ സമരം നാം നടത്തണം. ആത്മീയ ആയുധങ്ങൾ നമ്മുടെ കരങ്ങളിൽ എടുക്കണം. പിശാചിനെതിരെ യുദ്ധം ചെയ്യേണ്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. വിശുദ്ധ ചാവറ പിതാവ് തന്റെ മരണക്കിടക്കയിൽ പറയുന്ന ഒരു വചനമുണ്ട്, മാമോദീസായിൽ ഞാൻ സ്വീകരിച്ച തൂവെള്ള വസ്ത്രത്തിന്റെ ശോഭ ഒരിക്കലും ഞാൻ ഭംഗം വരുത്തിയിട്ടില്ല. വിശുദ്ധ ചാവറ പിതാവ് ഒരു വിശുദ്ധനായി തീർന്നിട്ടുണ്ടെങ്കിൽ നാം കേട്ടോ പ്രിയപ്പെട്ടവരെ, ചാവറ പിതാവ് തന്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വചനമാണ്, മാമോദീസായിൽ ലഭിച്ച
തൂവെള്ള വസ്ത്രത്തിന്റെ ശോഭ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന്. പ്രിയപ്പെട്ട മക്കളെ, നാം ഓരോരുത്തരും യുദ്ധം ചെയ്യേണ്ട വ്യക്തികളാ, ആത്മീയമായി യുദ്ധം ചെയ്യേണ്ട വ്യക്തികളാ. ഓരോ ദിവസവും നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന പാപങ്ങൾ, നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുന്ന പാപങ്ങൾ, ചെവിയിലേക്ക് കടന്നു വരുന്ന പാപങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളോട് പറയുന്നത്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എന്ന്. പൗലോസ്ലീഹായ്ക്ക് പറയാനുണ്ടായിരുന്ന ഈ യുദ്ധമാണ്, ഈ ആത്മീയ സമരമാണ് മക്കളെ. പൗലോസ്ലീഹ നല്ലവണ്ണം യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രലോഭനങ്ങൾ, തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പാപത്തിന്റെ സാഹചര്യങ്ങൾ, കണ്ണിലൂടെ കടന്നു വരാമായിരുന്ന പാപത്തിന്റെ സാഹചര്യങ്ങൾ, ചിന്തയിലൂടെ കടന്നു വരാവുന്ന പാപത്തിന്റെ സാഹചര്യങ്ങൾ, ഇതിനെയെല്ലാം അദ്ദേഹം പടപൊരുതി, എനിക്കിത് വേണ്ട, ഇത് പിശാചിന്റെയാ, എനിക്ക് ക്രിസ്തുവിനെ മതി. ഇതാ പൗലോസ്ലീഹായുടെ യുദ്ധം, പ്രിയപ്പെട്ടവരെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറിൽ എത്രമാത്രം യുദ്ധം ചെയ്യേണ്ട വ്യക്തികളാണ് എന്ന് നാം ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ചുറ്റും ഒത്തിരിയേറെ തിന്മയുടെ ശക്തികളുണ്ട്, തിന്മയുടെ സ്വാധീന വലയങ്ങളുണ്ട്, പാപത്തിന്റെ സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ മുമ്പിൽ വിശ്വാസത്തിന്റെ, അഭിഷേകത്തിന്റെ, വിശുദ്ധിയുടെ യുദ്ധം ചെയ്യുവാൻ നാം ഓരോരുത്തരും തയ്യാറാവണമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്തായിരുന്നു പൗലോസ്ലീഹായ്ക്ക് ഓട്ടം പൂർത്തിയാക്കാനുള്ളത്? ഏതെങ്കിലും ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്? അല്ല പ്രിയപ്പെട്ടവരെ. പൗലോസ്ലീഹ പറയുക, ഒത്തിരി പേര് ഓടുന്നുണ്ടായിരുന്നു, എന്നാൽ പൗലോസ്ലീഹ തന്റെ ജീവിതത്തിൽ തന്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, കൊരിന്തോസുകാർക്കെതിരെ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എല്ലാവരും ഓടുന്നു, എന്നാൽ സമ്മാനം ഒരാൾക്ക് മാത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ നാം ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ജീവിതമാവുന്ന ഓട്ടം നേരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരംഭിക്കുകയായി ജീവിതത്തിന്റെ ഓട്ടം. മക്കളെ ഒരുക്കി സ്കൂളിലേക്ക് വിടേണ്ടതിന്റെ തിരക്ക്, അല്ലെങ്കിൽ സമ്മർ ക്ലാസ് വിടേണ്ടതിന്റെ തിരക്ക്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കാര്യങ്ങൾ നോക്കേണ്ട തിരക്ക്, നമ്മൾ ഓഫീസിലേക്ക് പോകേണ്ടതിന്റെ തിരക്ക്, നമ്മളൊക്കെ ഓട്ടത്തോടോട്ട. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഓടേണ്ട വ്യക്തികളാണ്. ഒത്തിരിയേറെ വ്യക്തികൾ തിരുവചനത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ, ദാവീദിന്റെ പ്രത്യേകത എന്താ? അവൻ ബാലനായിരുന്നപ്പോ തന്നെ ദൈവം അവനെ തെരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു, രാജാവാക്കി. ഈ ദാവീദ് നോക്കിക്കോ, തന്റെ ജീവിതത്തിൽ നല്ല ഓട്ടമോടിയവനാ, നല്ലവണ്ണം ആരംഭിച്ചവനാ അവന്റെ ഓട്ടം. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കുഞ്ഞായിരുന്നപ്പോഴേ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് രാജാവായി നല്ല ഓട്ടോടിയവനാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ദാവീദിന്റെ ജീവിതത്തിൽ ഇതാ ട്രാക്ക് തെറ്റിപ്പോകിയ, നല്ലവണ്ണം ഓടിയ ദാവീദ് ഒരു ദിവസം ട്രാക്ക് തെറ്റിപ്പോയി. എപ്പോഴാ പ്രിയപ്പെട്ടവരെ? നമുക്കറിയാം, ഇതാ ഉറിയായുടെ ഭാര്യ ബത്ശേബയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദാവീദ് നല്ലവണ്ണം ഓടിയവൻ ഇതാ ഓട്ടം തെറ്റിപ്പോയി, ട്രാക്ക് തെറ്റിപ്പോയിരിക്കുന്ന അവസ്ഥ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുകയാണ്, പിന്നീട് അവന്റെ ജീവിതത്തിൽ വ്യഭിചാരം എന്ന പാപം, കൊലപാതകം എന്നുള്ള പാപം, ഇതൊക്കെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നല്ലവണ്ണം ആരംഭിച്ച ദാവീദ് ട്രാക്ക് തെറ്റിപ്പോയി. വീണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് കണ്ണീരോട് കൂടെ കടന്നു വന്ന് അവൻ നേരായ ട്രാക്കിലേക്ക് അവിടുന്ന് കടന്നു വന്നു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പത്രോസും കർത്താവിന്റെ കൂടെ നടന്നവനാ. അവനെ ദൈവം തെരഞ്ഞ്, ഇതാ അവൻ ഗലീലെ കടൽ തീരത്തായിരുന്ന സമയത്ത് യേശു അവനെ വിളിച്ചു, ശിഷ്യ പ്രമുഖനാക്കി. അതുപോലെ തന്നെ അവന്റെ കൂടെ കൊണ്ടുപോയി നടന്ന വ്യക്തിയാ. ആ പത്രോസ് പറയുന്നുണ്ട്, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതത്തിലും ട്രാക്ക് തെറ്റി പോകുന്നില്ലേ? ആ വേലക്കാരി പെണ്ണിന്റെ മുമ്പിലല്ലേ ഈ പത്രോസിന്റെ ജീവിതത്തിലെ ട്രാക്ക് തെറ്റി പോകുന്നേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, പത്രോസിനെ കുറിച്ച് പറയുക, അവൻ തിരിച്ചറിഞ്ഞു, ഞാൻ ട്രാക്ക് തെറ്റിപ്പോയി. അവൻ കണ്ണീരോടുകൂടെ അനുതാപത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നു. ഇന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരുപക്ഷെ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല ഓട്ടം ആരംഭിച്ചവരായിരിക്കാം. നമ്മൾ ഓർത്തു നോക്ക്, എത്രയോ കാര്യമായി ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിച്ചവരാ നാം. എന്നാൽ നാം കുഞ്ഞുനാളിൽ നമുക്ക് കൂദാശ ജീവിതത്തോട് താല്പര്യമുണ്ടായിരുന്നു, വിശുദ്ധ കുർബാനയുടെ താല്പര്യമുണ്ടായിരുന്നു, ജപമാല പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു പാപം ചെയ്യുന്നേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഒരു പാപം എന്റെ ജീവിതത്തിൽ വന്നുപോയ ഉടനെ പോയി കുമ്പസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്റെ അവസ്ഥ എന്താ? ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലവണ്ണം ഓടി, എന്നാൽ ട്രാക്ക് തെറ്റിയിട്ടുള്ള ഓട്ടത്തിലാണോ ഇന്ന് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളത് കേൾക്ക് പ്രിയപ്പെട്ടവരെ. ആദ്യ മാതാപിതാക്കൾ ദൈവത്തിന്റെ കൂടെ വസിച്ചവരാ. ദൈവമേ എന്ന് വിളിക്കുമ്പോ എന്തോ എന്ന് ദൈവം വിളി കേട്ടിരുന്നു. എന്നാൽ ഒരു പഴത്തിന് വേണ്ടി, ഇത് എന്ത് പഴായിക്കൊള്ളട്ടെ, ഒരു പഴത്തിന് വേണ്ടി അവിടെ പറുദീസ അനുഭവം നഷ്ടപ്പെടുത്തി. ഇതുപോലെ തന്നെ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തവനാ, അഭിഷേകം ചെയ്ത് രാജാവാക്കിയവനാ. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഇതാ ഒരു സ്ത്രീയുടെ ഏതാനും നേരത്തെ ചൂടിനു വേണ്ടി അവൻ തന്റെ ജീവിതത്തിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തിയില്ലേ? ദൈവത്തിന്റെ കൃപ അവൻ നഷ്ടപ്പെടുത്തിയില്ലേ? പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കുമ്പോൾ ട്രാക്ക് തെറ്റിയിട്ടുള്ള ഓട്ടമാണ് ഞാൻ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതോ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ പാതയിലൂടെ ഓടുന്ന ഓട്ടമാണോ എനിക്കുള്ളത്? മൂന്നാമതായി പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുക, എന്റെ വിശ്വാസം ഞാൻ കാത്തു. എന്റെ വിശ്വാസം ഞാൻ കാത്തു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹെബ്രായർ 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് എന്താ? ഈ വിശ്വാസം തകർന്നു പോയിക്കൊണ്ടിരിക്കുക. അമേരിക്കൻ പള്ളികളുടെ അവസ്ഥ നമുക്കറിയാം. അമേരിക്കൻ പള്ളികളൊക്കെ ഇന്നിതാ വിശ്വാസം ഇതാ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. പല പള്ളികളും മർജ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവവിളി ഇല്ലാതായിരിക്കുന്ന അവസ്ഥയ. കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, സന്യാസത്തിലേക്ക് ആയിക്കൊള്ളട്ടെ, പൗരോഹിത്യത്തിലേക്ക് ആയിക്കൊള്ളട്ടെ, ഏത് അന്തസ്സിലേക്കാണെങ്കിലും ദൈവവിളി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. അധികാരികൾ പോലും ഇതാ തിന്മയുടെ പിന്നാലെ പോകുന്ന അവസ്ഥ കണ്ടോ പ്രിയപ്പെട്ടവരെ? വിശ്വാസം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതിന് മാത്രം ഇന്ന് പ്രാർത്ഥിച്ച പോരെ മക്കളെ. ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിഞ്ഞോ, നമ്മുടെ മക്കൾക്ക് മാത്രം വിശ്വാസം ഉണ്ടായ പോരാ, ഈ രാജ്യത്തിന് മുഴുവൻ വിശ്വാസം ഉണ്ടാവണം. അതിനുവേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹമാണ് ഇത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം വിശുദ്ധ തോമസ് മൂറിന്റെ ജീവിതം. ഈ തോമസ് മൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ആത്മായനായ വ്യക്തി. ഹെൻറി എട്ടാമൻ രാജാവിന്റെ കാലത്ത് അവിടുത്തെ ചാൻസലർ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹെൻറി എട്ടാമൻ രാജാവ് തനിക്ക് ഒരു ഭാര്യയുള്ളപ്പോ മറ്റൊരു ഭാര്യയായിട്ട് മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കുന്നു. അന്ന് നല്ല അധികാരത്തിലിരിക്കുന്ന തോമസ് മൂർ ചാൻസലർ ഉണ്ടല്ലോ, അദ്ദേഹം ഈ രാജാവിനെതിരെ, രാജാവ് ചെയ്തിരിക്കുന്ന ഈ അതിക്രമത്തിനെതിരെ ഒരു ഭാര്യയുള്ളപ്പോ മറ്റൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചതിനെതിരെ അദ്ദേഹം എന്താ ചെയ്ത്? ശക്തമായി അതിനെതിരെ പ്രതിഷേധം ഉയർത്തി. എന്താ സംഭവിച്ചേ? രാജാവിനെതിരെ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു. അവനെ കൊന്നുകളയുമെന്ന് രാജാവ് അറിയിച്ചു. എന്നാ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തെ കൊണ്ടുപോയി ചാൻസലറായ ഈ തോമസ് മൂറിനെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുക. ജയിലിൽ കൊണ്ടുപോയി അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അദ്ദേഹത്തെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് തോമസ് മൂറിന്റെ തല വെട്ടാൻ പോവുക. തോമസ് മൂറിനെ അദ്ദേഹത്തിന്റെ ഇതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യനെ, മോളെ എല്ലാം വിട്ടു. ആ ഭാര്യ വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ചേട്ടാ, രാജാവ് കല്യാണം കഴിക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് സുഖമായി ജീവിച്ചാ പോരെ.
നമ്മൾ എന്തിനാ നമ്മളെ തന്നെ കൊല്ലാൻ കൊടുക്കുന്നത്? രാജാവ് എന്ത് വേണേലും ചെയ്തോട്ടെ. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ തോമസ് മോർ ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മൾ ജീവിക്കും, എത്ര കാലം ജീവിക്കും? ഭാര്യ പറഞ്ഞ് കൂടി വന്ന ഒരു 30 വർഷം കൂടി ജീവിക്കുകയായിരിക്കും. ആ സമയത്ത് തോമസ് മോർ അവളോട് പറയുന്നുണ്ട്, ഈ 30 വർഷം ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തിനാ എന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ മകളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിട്ടിരിക്കുക. ഇനി മകളെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിരിയും. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ മകൾ ഡാഡിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഡാഡി, ഞാൻ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? ഡാഡി എന്തിനാ ഇങ്ങനെ പോകുന്നത്? ഞാൻ ഡാഡി എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? ആ സമയത്ത് ഈ മോളോട് ഡാഡി പറയുക, മോളെ, ഐ ലവ് മൈ ഡോട്ടർ, ഐ ലവ് ജീസസ് മോർ ദാൻ ദാറ്റ്. ഞാൻ എന്റെ മോളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അദ്ദേഹം രക്തസാക്ഷിയായി മാറി. ഇന്ന് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലായി ജീവിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണണം. ഇതിന്റെ മുമ്പിൽ ദൈവത്തിന്റെ തിരുവഷ്ടം എന്തോ അതിനുവേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതാ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ യാത്ര എന്ന് പറയുന്നത്. 4-ാമതായി പൗലോസ് പറയുന്നു, നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നീതിയുടെ കിരീടം നമ്മുടെ ശിരസിൽ അണിയിക്കേണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്ക്, നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ പുരോഹിതൻ കൊണ്ടുപോയി ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ കാത്തു, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. പൗലോസ്ലീഹ പറഞ്ഞു തരിക, ഒരു വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം പൗലോസ്ലീഹായിക്കുണ്ടായിരുന്നു. ഒരു സമാധാനപൂർവമായ ക്രിസ്തീയ ജീവിതം പൗലോസ്ലീഹായിക്കുണ്ടായിരുന്നു. ഒരു പ്രത്യാശ ഭരിതമായ ഒരു ക്രിസ്തീയ ജീവിതം പൗലോസ്ലീഹായിക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ കാത്തു, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്, ഒരു സമാധാനപൂർവമായ ക്രിസ്തീയ ജീവിതത്തിന്, പ്രത്യാശഭരിതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം മക്കളെ, 2 കരങ്ങളും തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൂർണ്ണമായി വിട്ടുകൊടുത്ത് വിശ്വാസത്തിന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. 2 സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.